എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ 52-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ. സ്വാഗതം മോഹനേട്ട. നമസ്തേ. എന്തോ പതിവ് പോലെ നമ്മുടെ ഈ പരിപാടിയിൽ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം ഓഫ്ലൈനായി സജ്ജീവം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഇപ്പോൾ ആദ്യം നമ്മളൊരു സെൻട്രിങ് ചെയ്തതിനു ശേഷം ചോദ്യത്തിലേക്ക്. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. ഇന്ന് നമ്മുടെ ചിത്തവൃത്തി നിരോധത്തിന്റെ 6ാമത്തെ ഭാഗമാണല്ലോ. മോഹനേട്ടൻ 1ാമത്തെ ഭാഗം സംസാരിച്ച സമയത്ത് സാധനാപാദത്തിൽ ക്രിയായോഗ എന്നൊരു സംഗതി സംസാരിക്കുകയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്രിയായോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പതഞ്ജലി യോഗസൂത്രങ്ങളുടെ ഭാഗമാണ്. അതേസമയം അതേപോലെ തന്നെ ഹാർട്ട്ഫുൾനെസ്സിൽ ഇതിന്റെ പ്രസക്തി എന്താണ്? ക്രിയായോഗയിലെ ഇതിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ ഹാർട്ട്ഫുൾനെസ് സാധനാ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങൾ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ പദ്ധതി വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങൾ 4 അധ്യായങ്ങളായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ അധ്യായം സമാധിപാദം, 2ാമത്തേത് സാധനാപാദം, 3ാമത്തെ വിഭൂതിപാദം, 4ാമത്തെ കൈവല്യം. ആദ്യത്തെ 3 അധ്യായങ്ങളിലും 50ഓളം സൂത്രങ്ങളാണ്. അവസാനത്തെ കൈവല്യപാദത്തിൽ ഏകദേശം 35 സൂക്തങ്ങളാണ്. അങ്ങനെ 200ഓളം സൂക്തങ്ങളിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ മനുഷ്യന്റെ പരിപൂർണത അദ്ദേഹം വരച്ചു കാണിക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, പതഞ്ജലി മഹർഷി എന്ന് പറഞ്ഞ ആത്മീയതയിൽ
അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അത്ര വസ്തുനിഷ്ഠമായിട്ടാണ് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അധ്യായം നമ്മൾ പറഞ്ഞു സമാധിവാദം. അപ്പൊ ആദ്യം തന്നെ ലക്ഷ്യമുറപ്പിക്കുന്നതിനെ കുറിച്ച് പറയണത് സമാധി, സന്തുലിതാവസ്ഥ, അതാണ് ലക്ഷ്യം, മനുഷ്യന്റെ പരിപൂർണത. ഇപ്പൊ ലക്ഷ്യത്തോട് അദമ്യമായ ഒരു താല്പര്യം, അപ്പോ വൈകാരികമായ ഒരു താല്പര്യം ലക്ഷ്യത്തിനോട്, അത് വളരെ അനിവാര്യമാണെന്ന് പതഞ്ജലി മഹർഷി പറയും. അതുകൊണ്ട് ആദ്യത്തെ അധ്യായം തന്നെ ലക്ഷ്യം ആണ്, സമാധിവാദം. രണ്ടാമത്തെ അധ്യായം സാധനാപാദത്തിൽ ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള പ്രായോഗിക വശങ്ങൾ, സാധന പദ്ധതികളെ കുറിച്ച് പറയും. അപ്പോൾ അത് പ്രയോഗശാസ്ത്രമാണ്. ആദ്യത്തെ അധ്യായത്തിന്റെ പ്രയോഗശാസ്ത്രമാണ് രണ്ടാമത്തെ അധ്യായം. മൂന്നാമത്തെ അധ്യായത്തിൽ ഈ പ്രയോഗശാസ്ത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന സിദ്ധിവിശേഷങ്ങളെ കുറിച്ച് പറയും. അതാണ് വിഭൂതിപാദം. നാലാമത്തെ കൈവല്യപാദം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തി, യോഗദർശനം. ഇങ്ങനെയാണ് അത് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഹാർട്ട്ഫുൾനെസ് പ്രാർത്ഥന എന്താണ്? ആദ്യം ലക്ഷ്യം ഉറപ്പിക്കുന്നത് നമുക്ക്. അത് കഴിഞ്ഞ് ആഗ്രഹങ്ങളാണ് അതിന് തടസ്സം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ ഭാഗത്ത്. മൂന്നാമത്തെ ഭാഗത്ത് ഗുരുവിൻ്റെ സഹായം നമ്മൾ പ്രാണാഹുതിയുടെ രൂപത്തിൽ പ്രാർത്ഥനാ നിർഭരമായി അപേക്ഷിക്കുന്നു. ശരണാഗതി ഭാവം, പ്രാർത്ഥനാ നിർഭരത, ഇതാണ് ഹാർട്ട്ഫുൾനെസ് രീതി. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് പതഞ്ജലി മഹർഷി ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മനസ്സിന് അറിയാത്തൊരു വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യമല്ല. അറിയുന്ന വസ്തുവിൽ മാത്രമേ മനസ്സിന് ഫോക്കസ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് അറിയാത്ത ദിവ്യത്വത്തെ, ആ ദിവ്യത്വത്തിൽ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ ഹൃദയത്തിൽ ഗുരുവിൻ്റെ സാന്നിധ്യം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ബോധവുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോധത്തിലൂടെ അറിയാത്ത ദിവ്യത്വത്തെ നമ്മൾ അനുഭവവേദ്യമാക്കും. ഇനി ആദ്യത്തെ അധ്യായം നമ്മൾ പറഞ്ഞു സമാധിപാദം. സമാധിപാദം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധം എന്നാണ് ചുരുക്കം പറയുന്നത്. അതിനെ പതഞ്ജലി മഹർഷി 4 ഭാഗങ്ങളായിട്ട് പറയുന്നു. ആദ്യത്തെ ഭാഗത്തില് അഥ യോഗ അനുശാസനം. യോഗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ, വർത്തമാനകാലത്തിൽ ധ്യാനത്തിലൂടെ മനസ്സ് നിശ്ചലമാകുമ്പോൾ അതിൽ യാഥാർത്ഥ്യം പ്രതിഫലിക്കുന്നു. അത് ആദ്യത്തെ ഭാഗം. അതിനെ അദ്ദേഹം ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നു. നമുക്കറിയാം, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ചിന്തകൾ, ഹൃദയം, ബോധം. ഈ 4 ഘടകങ്ങളും ഒരുമിച്ച് ധ്യാനാത്മകമാകുമ്പോൾ യോഗ ദർശനം സാധ്യമാണ്. അതായത് ദൃഷ്ടാവിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. അപ്പോൾ യഥാർത്ഥ യോഗ ദർശനം, അതായത് നമുക്ക് ആശ്രയിക്കാവുന്ന പരിശുദ്ധമായ വ്യക്തമായ ദർശനം. ഇനി മറ്റു സന്ദർഭങ്ങളിൽ ദൃഷ്ടാവ് ദൃശ്യങ്ങളിൽ നിലയം പ്രാപിക്കുന്നു. അതിനെ നമ്മൾ വൃത്തിസാരൂപ്യം അല്ലെങ്കിൽ ഭ്രാന്തി ദർശനം എന്ന് പറയും. അപ്പൊ ഭാഗികമായിട്ടുള്ള ദർശനമായിരിക്കും നമുക്ക് കാണുന്നത്. ഇതാണ് സമാധിപാദം എന്ന് പറയുന്നത്. ഈ സമാധിപാദത്തിന്റെ വ്യത്യസ്ത ഘടകങ്ങളാണ് നമ്മൾ പല എപ്പിസോഡുകളിലായി ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ചിത്തവൃത്തി നിരോധം അല്ലെങ്കിൽ ധ്യാനജ ചിത്ത, അത് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു.
അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. തൊട്ടു മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ചിത്തവൃത്തി നിരോധം അല്ലെങ്കിൽ ധ്യാനജ ചിത്തം നിലനിർത്തുന്നതിന് നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കേണ്ട മനോഭാവങ്ങളും സങ്കല്പങ്ങളും അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ സമാധിവാദം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിത്തവൃത്തി നിരോധം എന്നുള്ള സൂത്രത്തിൽ ഒതുക്കാറുണ്ട്. ഇനി സാധനപാദത്തിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞു ഈ സമാധിപാദത്തിന്റെ അല്ലെങ്കിൽ ചിത്തവൃത്തി നിരോധത്തിന്റെ പ്രയോഗശാസ്ത്രമാണ്. അതായത് ക്രിയായോഗ എന്ന് പറയുന്നത്. അതായത് ആദ്യം യോഗയെ കുറിച്ച് പറഞ്ഞു, ചിത്തവൃത്തി നിരോധം, യോഗ, ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞു. പിന്നെ യോഗ ഇൻ ആക്ഷൻ, അതാണ് ക്രിയായോഗ. അപ്പോൾ സമാധിപാദം നമ്മൾ പറഞ്ഞു ചിത്തവൃത്തി നിരോധം, സാധനാപാദം എന്ന് പറഞ്ഞാൽ ക്രിയായോഗയാണ്, അതായത് പ്രയോഗശാസ്ത്രമാണ്. അപ്പോൾ ഈ പ്രയോഗശാസ്ത്രത്തിനെ ചിത്തവൃത്തി നിരോധം ആദ്യത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ പതഞ്ജലി മഹർഷി പറയുന്ന ക്രിയായോഗ എന്ന് പറഞ്ഞാൽ തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണീധാനം ആണ്. ചിത്തവൃത്തി നിരോധം പോലെ മറ്റ് 3 ഘടകങ്ങൾ. ഇത് 3 കൂടി ചേർന്നതാണ് ക്രിയായോഗ എന്ന് പറയുന്നത്. സാധാരണ നിലയ്ക്ക് നമ്മൾ ക്രിയായോഗ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഓടിയെത്തുക ആസനങ്ങളും പ്രാണായാമങ്ങളും. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. പതഞ്ജലി മഹർഷി മനുഷ്യന്റെ സമഗ്രമായ വികാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഈ 3ൻ്റെയും സമഗ്രമായ വികാസമാണ് മനുഷ്യന്റെ പരിപൂർണത. അപ്പം അതിലൊരു ഭാഗം മാത്രമേ ഈ ആസനം പ്രാണായാമം എന്ന് വരുന്നുള്ളൂ. അപ്പോൾ ക്രിയായോഗ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അത് സാധനാപാദമാണ്. അത് ചിത്തവൃത്തി നിരോധം പോലെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണീധാനം. ഇനി ഈ 3 ഘടകങ്ങൾ എന്താണ് നമുക്ക് പരിശോധിക്കാം. ചിത്തവൃത്തി നിരോധം നമ്മൾ അറിഞ്ഞ പോലെ, അതായത് തപസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തപം എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂട് എന്നാണ്. തപസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ധ്യാനം എന്നല്ലേ പറയാം. ചൂട് എന്നാണ് വാക്കിനർത്ഥം. അതായത് അഗ്നിക്ക് എല്ലാത്തിനെയും ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ സ്വർണത്തില് മാലിന്യങ്ങൾ ചേർന്ന് എന്താ ചെയ്യുക, ആ സ്വർണത്തെ അഗ്നിയിൽ ഉരുക്കി പരിശുദ്ധമായ സ്വർണത്തിനെ നമുക്ക് തിരിച്ചെടുക്കാം. അതുപോലെ ആന്തരികമായി ഒരു അഗ്നി സൃഷ്ടിച്ചുകൊണ്ട്, തപം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയചക്രങ്ങളെയെല്ലാം പരിശുദ്ധമാക്കുന്നു, സന്തുലിതമാക്കുന്നു. അതാണ് തപസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിലെ ആദ്യത്തെ 5 ചക്രങ്ങൾ, ഹൃദയമണ്ഡലത്തിലെ, അതിലെ പരസ്പര വൈരുദ്ധ്യങ്ങൾക്ക് അതീതമാക്കുന്നു. അതായത് അതിൻ്റെ പോസിറ്റീവ് ഗുണങ്ങളെ നമ്മൾ ആഗിരണം ചെയ്യുന്നു തപസ്സിലൂടെ, നെഗറ്റീവായിട്ടുള്ള ഗുണവിശേഷങ്ങളെ നമ്മൾ തിരസ്കരിക്കും. അങ്ങനെ ഹൃദയമണ്ഡലത്തിലെ എല്ലാ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളും നമ്മൾ ആർജിക്കുന്നു. സംതൃപ്തി, സമാധാനം, സ്നേഹം, ധൈര്യം, വ്യക്തത. ആ വ്യക്തത ഈ 5ാമത്തെ ചക്രമാണ്, വായു. അതിനെയാണ് നമ്മൾ പരിശുദ്ധമായ, വ്യക്തമായ, നമുക്ക് ആശ്രയിക്കാവുന്ന ദർശനം എന്ന് പറയുന്നത്. ആ വ്യക്തതയാണ്. അപ്പോൾ ഇതാണ് തപസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയചക്രങ്ങളെ മുഴുവൻ പരിശുദ്ധമാക്കി വ്യക്തമായ യോഗ ദർശനത്തിന് നമ്മളെ പര്യാപ്തമാക്കുക. അപ്പോൾ തപസ് എന്ന് പറഞ്ഞാൽ ധ്യാനം എന്നാണ്. അതുകൊണ്ട് പതഞ്ജലി മഹർഷി ഉദ്ദേശിക്കുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നാൽ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്വാധ്യായം. അപ്പൊ തപസ് നമ്മളെ സ്വാധ്യായത്തിലേക്ക് നയിക്കുന്നതാണ്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സ്വ അധ്യായം.
സ്വം എന്ന് വെച്ചാൽ സെൽഫ് സ്റ്റഡി. അതാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് സംവേദനക്ഷമത വരുമ്പോഴാണ് നമ്മൾ നമ്മളുടെ ചിത്തവൃത്തികളെ കുറിച്ച് ബോധവാനാവുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളുടെ സ്വഭാവം എന്താണ്. നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കുന്ന സ്വഭാവമാണ്. കക്ഷി ചേരലാണ് നമ്മുടെ പ്രധാന വിനോദം. അപ്പോൾ അത് ധ്യാനത്തിൽ ഇരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുക. അതുവരെ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ കക്ഷിയാണ് നമുക്ക് ബോധ്യമായി. സാവധാനത്തിൽ നമ്മൾ നിരീക്ഷകനിലേക്ക് മാറും. നമ്മളെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങും. പിന്നീട് നമ്മൾ സാക്ഷിയാവും. എന്താണ് സാക്ഷി എന്ന് പറഞ്ഞാൽ? നിസ്സംഗമായിട്ട് കാര്യങ്ങളെ കാണാൻ തുടങ്ങും. അപ്പോൾ കക്ഷി, നിരീക്ഷകൻ, സാക്ഷി, ഈ യാത്രയാണ് നമ്മൾ സ്വാധ്യായം എന്ന് പറയുന്നത്. ഇപ്പൊ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സാധാരണ എനിക്ക് മഹത്തായ ഉപനിഷത്തും അതുപോലെ വേദങ്ങളും പഠിക്കുന്നതിന്, പുരാണങ്ങൾ വായിക്കുന്നതിന് സ്വാധ്യായം നമ്മൾ പറയും. ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ സ്വാധ്യായത്തിന് മറ്റൊരു വാക്കാണ് ഡയറി റൈറ്റിംഗ്. അതായത് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന വസ്തുതകൾ ഡയറിയിൽ കുറിച്ച് വയ്ക്കുന്നു. അപ്പൊ ആ നിരീക്ഷണ പാഠവും നമുക്ക് വരാൻ തുടങ്ങും. ആ നിരീക്ഷണ പാഠവത്തിലൂടെ നമ്മൾ സാക്ഷിയായി മാറും. അപ്പൊ ഹാർട്ട്ഫുൾനെസ്സിൽ അത് ഡയറി റൈറ്റിംഗ് ആണ്. അതിലൂടെ നിരന്തര സ്മരണയിലേക്കും ചിത്തവൃത്തികളെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണത്തിലേക്കും നമ്മളെ നയിക്കും. ഇപ്പോൾ സ്വാധ്യായം എന്നുള്ള ഭാഗത്തിനെ നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിലെടുത്താൽ ക്ലീനിങ്, നിരന്തര സ്മരണ, ഡയറി റൈറ്റിംഗ് എല്ലാം അതിൽ പെടുന്നതാണ്. അപ്പോൾ ധ്യാനത്തിലൂടെയാണ് നമ്മൾ കക്ഷി, നിരീക്ഷകൻ, സാക്ഷി എന്നുള്ള ആ മേഖലയിൽ കൂടെ കടന്നു പോകുന്നത്. അതിന് നമ്മൾ സ്വാധ്യായം എന്ന് പറയുന്നു. അപ്പോൾ തപസ്സാണ് നമ്മളെ സ്വാധ്യായത്തിലേക്ക് നയിക്കുന്നത്. എല്ലാം കണക്റ്റഡ് ആണ്. ഇതാണ് സ്വാധ്യായം. ഇനി സ്വാധ്യായം നമ്മളെ അടുത്ത സ്റ്റെപ്പായ ഈശ്വര പ്രണീധാനിലേക്ക് നയിക്കും. ഈശ്വര പ്രണീധാൻ എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം നമുക്ക്. ഈശ്വരൻ എന്നാണ് ആദ്യത്തെ വാക്ക്. അപ്പൊ ഈശ്വരൻ എന്നുള്ള വാക്കിന് പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെതായ ഒരു നിർവചനം കൊടുക്കുന്നു. അതിമനോഹരമാണ്. അദ്ദേഹം പറയുന്നത് ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇവയുടെ ബാധയില്ലാത്ത പുരുഷവിശേഷം, അതിനാണ് ഈശ്വരൻ. അതൊരു ആത്മീയ നിലയാണ് ഒരു മനുഷ്യന്റെ. അപ്പോൾ ഇതെന്തൊക്കെയാ നോക്കാം. ക്ലേശം എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ് ക്ലേശങ്ങൾ. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം ആണ് ക്ലേശം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കർമ്മം, വിഭാഗം, ആശയം. അപ്പോൾ ഈ 8 സംഗതികൾ അതിൻ്റെ ബാധയില്ലാത്ത പുരുഷവിശേഷങ്ങളാണ്. ഇതെന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. ക്ലേശങ്ങൾ ആദ്യം നോക്കാം. നമ്മൾ പറഞ്ഞു അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇതാണ് ക്ലേശങ്ങൾ എന്ന് പറയുന്നത്. അവിദ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. അജ്ഞത, ഇഗ്നോറൻസ്, അറിവില്ലായ്മ. എന്താണ് ഇവിടെ അജ്ഞത എന്ന് പറയുന്നത്? നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താന്നുള്ളതിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. നമ്മുടെ യഥാർത്ഥ സ്വരൂപം ദിവ്യത്വമാണെന്ന് അറിയാത്ത അവസ്ഥ, അതിനാണ് അജ്ഞത എന്ന് പറയുന്നത്, ഇഗ്നോറൻസ്. അപ്പോൾ ഈ അവിദ്യ, അതിൻ്റെ തുടക്കം. അവിദ്യ നമ്മളെ അസ്മിതയിലേക്ക് നയിക്കും. അസ്മിത എന്ന് പറഞ്ഞാൽ എന്താ? അസ്മിത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഭാവം, അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ. നമ്മൾ കേട്ടില്ലേ സ്മിത, അസ്മിത. സ്മിത എന്നൊക്കെ കുട്ടികൾക്ക് പേരിടാറുണ്ട്. അസ്മിത എന്ന് പേരിട്ട് കണ്ടില്ല. സ്മിത എന്ന് പറഞ്ഞാൽ വിനയം എന്നാണ്. അസ്മിത എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണ്. അപ്പോൾ അവിദ്യയാണ് അസ്മിതയിലേക്ക് നയിക്കുന്നത്. അതായത് അജ്ഞതയാണ് നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നത്. അപ്പോ അഹം എന്നുള്ള ഭാവം എന്ന് പറയുന്നത് കാരണം നമ്മളോട് ഞാൻ എന്ന് പറയിപ്പിക്കുന്ന ശക്തി ഏതാണ്?
ഇപ്പൊ നമ്മൾ ഡെഡ് ബോഡി ആണെങ്കിൽ നമ്മൾ ഞാൻ എന്ന് പറയില്ലല്ലോ. അപ്പൊ നമുക്ക് ജീവനുള്ളതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത്. അതായത് ആത്മാവാണ് നമ്മളെ കൊണ്ട് ഞാൻ എന്ന് പറയിപ്പിക്കുന്നത്. പക്ഷേ ആത്മാവ് സർവ്വവ്യാപിയാണ്. അതിന് ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാവും ഇല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് ഞാൻ നിങ്ങൾ എന്ന് പറയാൻ സാധ്യമല്ല. അപ്പൊ നമ്മളെ ഞാൻ എന്ന് പറയുന്ന ഈ അസ്മിത എന്നുള്ള പ്രത്യേകതയ്ക്ക് യഥാർത്ഥത്തിൽ ഞാൻ എന്നുള്ള ഭാവമില്ല. അതുകൊണ്ടാണ് അഹം എന്നുള്ള ഭാവം അജ്ഞത എന്ന് പറയാൻ കാരണം. ഇല്ലാത്തതാണത്. അപ്പോ അജ്ഞതയിൽ നിന്ന് അസ്മിത ഉണ്ടാവും, അവിദ്യയിൽ നിന്ന് അസ്മിത ഉണ്ടാവും. അസ്മിത അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ പ്രശ്നം എന്താണ്? ഞാൻ എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എൻ്റേത്. അപ്പൊ എൻ്റേതല്ലാത്തത്. അതായത് ഈ ഞാൻ എന്നുള്ള ഭാവം ഒരു അജ്ഞതയായതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ ചില സംഗതികളോട് എനിക്ക് ഒട്ടി നിൽക്കണം, ചില സംഗതികളെ എനിക്ക് തിരസ്കരിക്കണം. അങ്ങനെയാണ് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവുന്നത്, ആഗ്രഹങ്ങൾ ഉണ്ടാവുക. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അതായത് ശീലവിധേയമാക്കപ്പെട്ട മനസ്സ് പുതിയ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ അത് പതറും. അപ്പോ അതിന് ഭയം വരും. അപ്പൊ ആ ഭയം മാറ്റാൻ എന്ത് വേണം? എന്തിനെങ്കിലും ചേർന്ന് നിൽക്കണം, ഒട്ടി നിൽക്കണം. അങ്ങനെയാണ് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ജന്മം നൽകുന്നത്. അപ്പോ അസ്മിതയിൽ നിന്നുണ്ടാവുന്ന ഭയമാണ് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കാരണമാണ്. എൻ്റേതല്ലാത്തത് എന്നുള്ള ഭാവം. അതാണ് അങ്ങനെ വന്ന എന്താണ്ടാവുക? അസ്മിതയിൽ നിന്ന് രാഗദ്വേഷങ്ങൾ. അതാണ് അടുത്ത സ്റ്റെപ്പ്, ഇഷ്ടാനിഷ്ടങ്ങൾ. രാഗദ്വേഷങ്ങളെയാണ് നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ആഗ്രഹം അതിൻ്റെ പൂർത്തീകരണം, പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ ദേഷ്യം. അതാണ് രാഗം, ദ്വേഷം. അപ്പൊ അവിദ്യയിൽ നിന്ന് അസ്മിത, അസ്മിതയിൽ നിന്ന് രാഗദ്വേഷങ്ങൾ. രാഗദ്വേഷങ്ങൾ വന്നുമ്പോൾ എന്തുണ്ടാവും? ഈ രാഗദ്വേഷങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ശരീരത്തിനോട് ഒട്ടി നിൽക്കണം. ശരീരം വിടാൻ അപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ശരീരത്തിനോട് അഭിനിവേശം. അപ്പൊ ശരീരത്തിനോട് ഒട്ടി നിൽക്കാനുള്ള പ്രവണത ആണ് എന്ത്? മരണഭയം. അപ്പൊ അഭിനിവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിനോട് ഒട്ടി നിൽക്കുക അല്ലെങ്കിൽ മരണഭയം. അപ്പൊ ഇതിനെയാണ് ക്ലേശങ്ങൾ എന്ന് പറയുന്നത്. അതായത് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. അവിദ്യയിൽ നിന്ന് അസ്മിത, അസ്മിതയിൽ നിന്ന് രാഗദ്വേഷങ്ങൾ, രാഗദ്വേഷങ്ങളിൽ നിന്ന് അഭിനിവേശം അല്ലെങ്കിൽ മരണഭയം. ഈ 5 എണ്ണത്തിനെയും പതഞ്ജലി മഹർഷി ക്ലേശങ്ങൾ എന്ന് പറയും. ഇനി അടുത്തത് എന്താ? കർമ്മവിഭാഗം, കർമാശയം. അല്ലെ? ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇവയില്ലാത്ത പുരുഷവിശേഷം എന്നല്ലേ ഈശ്വരൻ എന്നുള്ള നിർവചനം പറഞ്ഞു. കർമ്മ ആശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരം അല്ലെങ്കിൽ കർമ്മങ്ങളുടെ വിത്തുകൾ. കർമാശയം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളുടെ വിത്തുകൾ അല്ലെങ്കിൽ കർമ്മ സംസ്കാരം അല്ലെങ്കിൽ മുദ്രകൾ, സംസ്കാരങ്ങൾ എന്നാണ്. കർമ്മ വിഭാഗം എന്ന് പറഞ്ഞാൽ കർമ്മഫലം അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഭോഗം. അപ്പോൾ കർമ്മത്തിന്റെ കർമ്മ സംസ്കാരം, കർമ്മഫലം, ഇതൊന്നുമില്ലാത്ത പുരുഷവിശേഷം. അതായത് ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇവയുടെ ബാധയില്ലാത്ത പുരുഷവിശേഷത്തെ ഈശ്വരൻ എന്ന് പറയും പതഞ്ജലി മഹർഷി. അപ്പോ ഇതൊരു ആത്മീയ നിലയാണ്, ഒരു മനുഷ്യന്റെ ആത്മീയ നിലയാണ്. അതായത് ഹാർട്ട്ഫുൾനെസ്സിലെ ഒരേ ഒരു ഈശ്വരൻ എന്ന് പറയുന്നത് മാസ്റ്റർ അല്ലെങ്കിൽ ഗുരുവാണ്. മറ്റൊരു ഈശ്വരൻ നമുക്കില്ല. കാരണം എന്താ? അതൊരു ആത്മീയ നിലയാണ്, മനുഷ്യന്റെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് പറയുന്നത്, നമ്മൾ അടിമകളെ സൃഷ്ടിക്കുന്നില്ല, യജമാനന്മാരെ സൃഷ്ടിക്കുന്നു, മാസ്റ്റേഴ്സിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോ ഇതൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ ക്ലേശം, കർമ്മം, വിഭാഗം, ആശയത്തിനൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ
ഒരു ഉപനിഷത്ത് കഥയുണ്ട്. 10 പേര് പുഴ കടക്കുന്നു ഒരു വഞ്ചിയിൽ. 10 സുഹൃത്തുക്കള് പുഴ കടക്കാൻ പോകുന്നു വഞ്ചിയിൽ. നല്ല കാറ്റും മഴയും ഉണ്ട്. അപ്പൊ മഴയുടെ ആധിക്യം കൊണ്ട് പരസ്പരം കാണാൻ പോലും പറ്റുന്നില്ല. 10 പേര് വഞ്ചിയിൽ കയറി പതുക്കെ തുഴഞ്ഞ് ഏകദേശം അപ്പുറത്ത് പ്രാർത്ഥിച്ച് അപ്പുറത്തെത്തി. അപ്പുറത്തെത്തിയപ്പോൾ അവർക്ക് തോന്നി വല്ലാണ്ട് കാറ്റും മഴയും ഭയമൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും മുങ്ങിപ്പോയിട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എണ്ണി നോക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് വീണ് പോയിട്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഒരാൾ പറഞ്ഞു ശരി ഞാൻ എണ്ണി നോക്കട്ടെ എന്ന് പറഞ്ഞു. 1, 2, 3, 4 എണ്ണിയപ്പോൾ 9 വരെ ഉള്ളൂ. അപ്പോൾ ഒരു ആദ്യത്തെ ആൾ അയ്യോ 9 വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ ആൾ ഞാനൊന്ന് എണ്ണി നോക്കട്ടെ എന്ന്. 1, 2, 3 അങ്ങേര് എണ്ണിയപ്പോഴും 9 വരെ ഉള്ളൂ. 3-4 പേര് എണ്ണിയപ്പോഴേക്കും ഉറപ്പായി 9 പേര് ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. അപ്പോൾ ഇവരാകെ അസ്വസ്ഥരായി കരച്ചിൽ തുടങ്ങി. അയ്യോ എൻ്റെ സുഹൃത്ത് പോയി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളായി. അപ്പൊ എല്ലാ കഥയിലും പോലെ ഒരു വിവേകിയായിട്ടുള്ള ആൾ അവിടെ എത്തും. അപ്പൊ അദ്ദേഹം എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഞങ്ങൾ 10 പേര് പുഴ കടന്നതാണ്, മഴയും കാറ്റും ഒക്കെ ആയിരുന്നു, ഒരാള് വെള്ളത്തിൽ വീണ് മരിച്ചുപോയി, അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇദ്ദേഹം ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോ 10 പേരുണ്ട് ഇവര്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഒന്നും കൂടി ഒന്ന് എണ്ണാൻ പറഞ്ഞു ആദ്യം എണ്ണിയാളോട്. അപ്പൊ ആള് 1 എന്ന് എണ്ണാൻ പോയപ്പോ ഈ കൈ പിടിച്ചിട്ട് 1 എന്നുള്ളത് നേരെ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് തന്നെ തിരിച്ചു. 1 എന്ന് ഇവിടുന്ന് അവനവനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അപ്പോ അതാണ് യഥാർത്ഥ യോഗ ദർശനം. ദൃഷ്ടാവ് ദൃഷ്ടാവിൽ തന്നെ വിലയം പ്രാപിക്കുമ്പോൾ യോഗ ദർശനം സംഭവിക്കണമെന്ന് പറഞ്ഞില്ലേ. അതായത് നമുക്ക് ആശ്രയിക്കാവുന്ന വ്യക്തമായ ദർശനം. അതിന് പകരം എന്താ സംഭവിക്കണത്? മറ്റ് ദൃശ്യങ്ങളുമായിട്ട് ദൃഷ്ടാവ് വിലയം പ്രാപിക്കുന്ന സമയത്ത് വൃത്തിസാരൂപ്യം അല്ലെങ്കിൽ ഭ്രാന്തി ദർശനം. അപ്പൊ ഈ അജ്ഞത, അതായത് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിയാത്ത അജ്ഞത, ഞാൻ എന്നുള്ള ഭാവത്തിലേക്ക്, എൻ്റെ എന്നുള്ള ഭാവത്തിൽ, എൻ്റെ സുഹൃത്ത് മരിച്ചുപോയി എന്നുള്ള ഭാവത്തിലേക്കും, രാഗദ്വേഷങ്ങളിലേക്കും, സങ്കടം, പിന്നെ മരണഭയം, ഒരാൾ മരിച്ചുപോയി എന്ന് പറയുന്ന അവസ്ഥയിലേക്കായി. ഇങ്ങനെയാണ് ഈ ക്ലേശം, കർമ്മം, വിഭാഗം, ആശയങ്ങളുടെ ഏത് സാഹചര്യം നമ്മൾ ജീവിതത്തിലെടുത്താലും ഈ 8 കാര്യങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും. ഭ്രാന്തി ദർശനം. അപ്പോ ഇതാണ് ഈശ്വരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇവയുടെ ബാധയില്ലാത്ത പുരുഷവിശേഷം. അടുത്ത വാക്ക് എന്താ? പ്രണിധാൻ, അല്ലേ? പ്രണിധാനം. നിദാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആശ്രയം. എന്നുള്ള വാക്ക് ഏത് വാക്കിൻ്റെ കൂടെ ചേർത്താലും ഇൻറ്റൻസ് അല്ലെങ്കിൽ തീവ്രമായ എന്ന് അർത്ഥം കിട്ടും. അപ്പോൾ ഈശ്വരനിൽ തീവ്രമായ ആശ്രിതത്വം അല്ലെങ്കിൽ സമർപ്പണം, അതാണ് ഈശ്വര പ്രണിധാനം. പരിപൂർണ ആശ്രിതത്വം ഈശ്വരൻ. ആരാണ് ഈശ്വരൻ? ഹാർട്ട്ഫുൾനെസ്സിൽ അത് ഗുരുവാണ്, മാസ്റ്ററാണ്. കാരണം എന്താ? അതൊരു പുരുഷവിശേഷമാണ്. ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇവയുടെ ബാധയില്ലാത്ത പുരുഷവിശേഷം. അപ്പോൾ അതിൽ പരിപൂർണമായ ആശ്രിതത്വത്തിനെ ഈശ്വര പ്രണിധാനം എന്ന് പറയും. അപ്പോൾ തപസ് സ്വാധ്യായത്തിലേക്കും സ്വാധ്യായം ഈശ്വര പ്രണിധാനത്തിലേക്കും നയിക്കും. ഇനി നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു ചിത്തവൃത്തി നിരോധം. രണ്ടാമത്തെ അധ്യായത്തിലെ തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. കാരണം എന്താ? ചിത്തം എന്നുള്ളതിന് പകരം ഇവിടെ തപസ്സാണ്. അതായത് ചിത്തത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് തപസ് ആവശ്യം. വൃത്തികളെ ശുദ്ധീകരിക്കാൻ നമുക്ക് സ്വാധ്യായം ആവശ്യം. നിരോധത്തിന് നമുക്ക് ഈശ്വര പ്രണിധാനം ആവശ്യം. ഇത് മൂന്നും പരസ്പരം കണക്റ്റഡ് ആണ്. ചിത്തവൃത്തി നിരോധവും തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണീതം. അപ്പോൾ ഇനി ഹാർട്ട്ഫുൾനെസ്സിൽ എന്താണ് ഇതിന്? തപസ് എന്ന് പറഞ്ഞാൽ ധ്യാനം. സ്വാധ്യായം എന്ന് പറഞ്ഞാലോ നമ്മൾ പറഞ്ഞു ശുദ്ധീകരണം, ഡയറി റൈറ്റിംഗ്,
നിരന്തര സ്മരണ. ഈശ്വര പ്രണീധാനോ, ഈശ്വര സമർപ്പണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ നിർഭരതയാണ്, പരിപൂർണ ആശ്രിതത്വം. അത് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ പ്രാർത്ഥനയിലൂടെയാണ് നേടുന്നത്. അപ്പോൾ ചിത്തവൃത്തി നിരോധം, സ്വാധ്യായം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണീതാൻ, മെഡിറ്റേഷൻ, ക്ലീനിങ് പ്രെയർ, ഇങ്ങനെയാണത് വരുന്നത്. അതില് നമ്മുടെ തപസ്സും സ്വാധ്യായവും ഈശ്വര പ്രണീധാനം അടങ്ങുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ ക്രിയായോഗ എന്ന് പറയുന്നത്. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനിട്ട. എനിക്ക് തോന്നി ഈ എപ്പിസോഡ് ശരിക്കും ഒരു നോട്ടൊക്കെ എഴുതി കുറച്ച് പഠിക്കുന്നത് തന്നെയാണ്. പിന്നെ ആ 3 സംഗതികൾ ബന്ധപ്പെടുത്തി പറഞ്ഞതൊക്കെ വളരെ ഭംഗിയായി തോന്നി. ശരിക്കും നമുക്ക് നന്നായി മനസ്സിലാക്കാനും റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഒപ്പം ആ കഥ പറഞ്ഞത് വളരെ ഭംഗിയായി തോന്നി. സംഗതികൾ കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായി ഉണ്ടെങ്കിൽ അവർക്കായിട്ട് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് നമുക്ക് ഒരിക്കൽ കൂടി പറയാം. സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് എന്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിന്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എന്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. അന്നേരം മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എന്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവം, സാക്ഷിഭാവം കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മുതൽ 9:15 വരെ സാറുകളുടെ പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 9 മണി മുതൽ 15 മിനിറ്റ് ധ്യാനിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം. സത്സംഗം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യുന്നു. താങ്ക് യു. നമസ്കാരം.